രാജന്റെ ഭാര്യ രാജനോട് പറയുന്നു, നമ്മൾ അമ്മുവിനെ നമ്മുടെ ഹർവന്റാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നും ബാബുവിനെ ബോർഡിംഗിൽ ആക്കേണ്ടി വരില്ല എന്നും അവൾ അവനോട് സൂചിപ്പിക്കുന്നു. ഇത് കേട്ട് അവളോട് അവൻ ചൂടായി സംസാരിക്കുന്നുണ്ട്. അവളെ നീ കണ്ടിട്ടില്ലല്ലോ, അവളെ മനസ്സുകൊണ്ടെങ്കിലും നീ തൊഴുന്നത് നല്ലതായിരിക്കുമെന്നും തന്നെ ഇത്രയും ആക്കിയത് ഒരാളുടെ ശമ്പള പൈസ കൊണ്ട് മാത്രമാണെന്നും അവൻ അവളോട് പറയുന്നു. പിന്നീട് അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞ് വീണ്ടും അവർ തറവാട്ടിലെത്തുകയും അമ്മുവിനെ തന്റെ ഭാര്യയെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അതിനിടയിൽ ഒരു ദിവസം വീണ്ടും അനിൽ അവനെ കാണാൻ ഇടയാകുകയും അവനോട് ചൂടായി സംസാരിക്കുകയും നീ ചെയ്തത് വളരെ തെറ്റായിപ്പോയെന്ന് അവനെ കുറെ പരിഹസിക്കുകയും ചെയ്ത് ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ഒരു ദിവസം രാജന്റെ ഭാര്യ അമ്മുവിന് കുറെ പണം ഏൽപ്പിക്കും. ഇതുകൊണ്ട് കടം വീടുമോ എന്ന് എനിക്കറിയില്ല എന്നും രാജനെ പഠിപ്പിച്ച കടമാണ്, അത് എപ്പോഴായാലും വീട്ടണ്ടേ എന്നും അവൾ പറഞ്ഞ് ആ പണം അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അമ്മു ആ പണം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നിനക്കൊരിക്കലും എന്റെ കടം വീട്ടാൻ പറ്റില്ല എന്നും അവളോട് ചൂടായി സംസാരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവൾ രാജനോട് പറയുന്നു, ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എന്നും തന്റെ മകനെയും കൊണ്ട് താൻ പോകുകയാണെന്നും അവനോട് ഭാര്യ പറയുന്നു. അപ്പോൾ രാജൻ പറയുന്നു, മോനെ കൊണ്ടുപോകാൻ പറ്റില്ല, നീ പോയാൽ പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നും അവൻ ചൂടായി തന്നെ സംസാരിക്കുന്നു. അമ്മു അവിടേക്ക് വന്ന് ഇതിന്റെ പേരിൽ ആരും വഴക്കുണ്ടാക്കരുത് എന്നും അച്ഛനെ ഇട്ട് തട്ടിക്കളിക്കാൻ പറ്റില്ല എന്നും ഇത് എന്റെ വയറ്റിൽ വളരേണ്ടിയിരുന്ന മകനാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് രാജന്റെ ഭാര്യ അവനോട് ചോദിക്കും, അവളെ ചതിച്ചതാണ് അല്ലേ? രാജൻ പറയുന്നു, ഇല്ല, ഞാൻ അവളെ ചതിച്ചിട്ടില്ല. അവൾ ഒരു വാക്ക് എന്നോട് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നീ എന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു എന്ന് അവൻ അവളോട് പറയുന്നു. പിന്നീട് അവൾ തീരുമാനിക്കുകയാണ് താൻ അമേരിക്കയ്ക്ക് പോകുന്നില്ല എന്നും അമ്മുവിനോട് അത് പറയുകയും ചെയ്യുമ്പോൾ അമ്മു പറയുന്നു, അത് പറ്റില്ല, ഏട്ടത്തി പോണം എന്ന് നല്ല കാലം വരുമ്പോൾ അത് തട്ടിക്കളയാൻ പാടില്ല എന്നും അവൾ ഉപദേശിക്കുന്നു. രാജനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എന്നും അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് അച്ഛന് അസുഖം നല്ല ഭേദമാകുകയും അയാൾ എഴുന്നേറ്റ് സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് രാജനെയും ഭാര്യയെയും കുട്ടിയെയും യാത്ര അയക്കുന്നതാണ്. അമ്മു വീണ്ടും ആ തറവാട്ടിൽ ഒറ്റയ്ക്കാകുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ് ചെയ്യാനും മറന്നേക്കല്ലേ.